ക്രിക്കറ്റിലെ യുവ പ്രതിഭകളിൽ ഒരാളായ തിലക് വർമ്മയുടെ വെളിപ്പെടുത്തലുകൾ കായിക ലോകത്ത് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. 2022 തന്റെ ആദ്യ IPL സീസണിന് ശേഷം താൻ പേശികളുടെ ഗുരുതരമായ രോഗമായ റാബ്ഡോമയോളിസിസ് എന്ന അവസ്ഥയുടെ പിടിയിലായിരുന്നെന്നും മുംബൈ ഇന്ത്യൻസിന്റെയും BCCIയുടെയും കൃത്യസമയത്തുള്ള ഇടപെടലില്ലായിരുന്നുവെങ്കിൽ തന്റെ കരിയർ തകരുമായിരുന്നുവെന്നും ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നതായും അദ്ദേഹം തുറന്നു പറഞ്ഞു. തന്റെ കഠിനാധ്വാനത്തിന്റെ നാളുകളിലെ അമിതമായ പരിശ്രമമാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണമായതെന്നും എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ തുണയായ ജയ്ഷായോടും മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസിനോടും അദ്ദേഹം ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രതീക്ഷ നൽകുന്ന യുവ താരങ്ങളിൽ ഒരാളാണ് തിലക് വർമ്മ. തന്റെ ഇടം കൈ ബാറ്റിംഗ് മികവിലൂടെ ഫീൽഡിലെ ചടുലമായ നീക്കങ്ങളിലൂടെയും അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധക ശ്രദ്ധ നേടി. എന്നാൽ ഈ താരോദയത്തിന് പിന്നിൽ 2022 താൻ നേരിട്ട ഒരു കഠിനമായ ആരോഗ്യ പ്രതിസന്ധിയുടെ കഥയുണ്ട്. പേശികളുടെ ടിഷ്യൂ തകരാൻ കാരണമാകുന്ന അപൂർവവും ഗുരുതരവുമായ അവസ്ഥയായ റാബ്ഡോമയോളിസിസ് ആണ് താരത്തെ വലച്ചത്. റാബ്ഡോമയോളിസിസ് എന്ന രോഗം ബാധിക്കുമ്പോൾ താൻ കഠിനമായ പരിശീലനത്തിലായിരുന്നുവെന്ന് തിലക് വെളിപ്പെടുത്തി. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇടം നേടുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര മത്സരങ്ങൾ, ഇന്ത്യ എ ടൂറുകൾ, തീവ്രമായ പരിശീലന ക്യാമ്പുകൾ എന്നിവയിലൂടെ അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. ലോകകപ്പിലെ ഏറ്റവും ഫിറ്റായ കളിക്കാരനാവുക, ഫീൽഡിൽ വേഗത്തിൽ നീങ്ങുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ. തിലക് വർമ്മയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ യാത്രയിൽ താൻ വിശ്രമത്തിന്റെ പ്രാധാന്യം മറന്നു പോയിരുന്നു എന്നതാണ്. ഞാൻ ഐസ് ബാത്ത് എടുത്തു, ഉറങ്ങി, പക്ഷെ എന്റെ ശരീരം സുഖം പ്രാപിച്ചില്ല. അതിന് ശരിക്കും ആവശ്യമായിരുന്നത് ശരിയായ വിശ്രമമായിരുന്നു. അതെനിക്ക് ഇല്ലായിരുന്നു, അദ്ദേഹം പറഞ്ഞു. വിശ്രമ ദിവസങ്ങളിൽ പോലും തളരാതെ പരിശീലിച്ചതിന്റെ ഫലമായി പേശികൾ അമിതമായി ജോലി ചെയ്യുകയും ഒടുവിൽ തകരുകയും ചെയ്തു. ഈ പിരിമുറുക്കം ഞരമ്പുകളെ ബാധിക്കുകയും അവ കഠിനമാവുകയും ചെയ്തു. ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് താരത്തിന്റെ അവസ്ഥ വഷളായത്. ആ സമയത്ത് മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടായിരുന്ന തിലക് വേദന അവഗണിച്ച് കളിക്കാൻ ശ്രമിച്ചു. ഒരു മത്സരത്തിൽ ഏകദേശം 100 പന്തുകൾ നേരിട്ടെങ്കിലും കുറച്ചു സമയത്തിന് ശേഷം താരത്തിന്റെ വിരലുകൾ അനങ്ങാതെയായി. ക്രീസിൽ തുടരാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ മെഡിക്കൽ ടീമിന് അദ്ദേഹത്തിന്റെ കൈകളിലെ ഗ്ലൗസുകൾ മുറിച്ച് മാറ്റേണ്ടി വന്നു. തിലക് വർമ്മയുടെ ഈ ഗുരുതരമായ അവസ്ഥയ്ക്ക് സാക്ഷിയായവരിൽ മുംബൈ ഇന്ത്യൻസ് ഉടമ ആകാശ് അംബാനിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംയോജിതമായ ഇടപെടലാണ് തിലകിന് രക്ഷയായത്. ഉടൻ തന്നെ BCCIയുമായി ബന്ധപ്പെടുകയും വേണ്ട പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു. ഫ്രാഞ്ചൈസിയുടെ ഈ കരുതലും വേഗത്തിലുള്ള നടപടികളും തിലകിന്റെ ചികിത്സയിൽ നിർണായകമായി. BCCI സെക്രട്ടറിയായ ജയ്ഷായോടും നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയോടും താൻ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നുവെന്ന് തിലക് വർമ്മ വെളിപ്പെടുത്തി. ജയ്ഷാ സാർ, CEO എന്നിവരോട് ഞാൻ പ്രത്യേകം നന്ദിയുള്ളവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലെ ഈ പിന്തുണയും സഹകരണവുമാണ് താരത്തിന് അതിവേഗം മികച്ച ചികിത്സ ലഭ്യമാക്കാൻ സഹായകമായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ വാക്കുകൾ തിലക് വർമ്മയെ ഞെട്ടിച്ചു. ചികിത്സയിൽ വന്ന ഒരു ചെറിയ കാലതാമസം പോലും ഗുരുതരമായ, ഒരുപക്ഷെ ജീവന് ഭീഷണിയായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമായിരുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ആ അവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ഓർത്തെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. IV ലൈൻ ഇടാനുള്ള സൂചി പോലും ശരീരത്തിൽ കയറാതെ ഒടിഞ്ഞു പോവുകയായിരുന്നുവെന്നും തന്റെ അവസ്ഥ വളരെ മോശമായിരുന്നുവെന്നും താരം വേദനയോടെ ഓർമ്മിച്ചു. ഗുരുതരമായ ഈ രോഗാവസ്ഥയിൽ നിന്നും തിലക് വർമ്മ കഠിനാധ്വാനത്തിലൂടെയാണ് ക്രിക്കറ്റ് മൈതാനത്തേക്ക് ശക്തമായി തിരിച്ചെത്തിയത്. ഈ ആരോഗ്യ പ്രതിസന്ധി താരത്തിന്റെ കായിക ജീവിതത്തിന്റെ പാളം തെറ്റിക്കുകയായിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെയും BCCIയുടെയും കൃത്യമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ കരിയർ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തി. ഈ തിരിച്ചു വരവിന് ശേഷം ഇന്ത്യൻ T20I നിരയിലെ ഒരു പ്രധാന കളിക്കാരനായി തിലക് വർമ്മ മാറി. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയെ കിരീടം നേടാൻ സഹായിച്ചതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഒരുപക്ഷെ കുറച്ചുകൂടി വൈകിയാണ് ഈ രോഗം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഏഷ്യ കപ്പ് വിജയത്തിൽ താൻ ഉണ്ടാകുമായിരുന്നില്ലെന്നും തന്നെ രക്ഷിച്ചത് മുംബൈയും ജയ്ഷായുമാണെന്നും അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു. തിലക് വർമ്മയുടെ ഈ വെളിപ്പെടുത്തൽ യുവ കായിക താരങ്ങൾക്ക് ഒരു പാഠമാണ്. കഠിനാധ്വാനം അത്യാവശ്യമാണെങ്കിലും ശരീരത്തിന് മതിയായ വിശ്രമം നൽകേണ്ടതിന്റെയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു.